അതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, അവിടെ ഒരു സമരം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി ആ സമരം കണ്ടിട്ട്. മുൻ മന്ത്രിസഭയിലെ 2 അംഗങ്ങൾ അവിടെ പോയി സമരം ഇരുന്നു. ഈ സംഭവം നടക്കുന്നത് ഞങ്ങൾ സത്യപ്രതിജ്ഞേൻ്റെ അടുത്ത ദിവസമല്ലേ അല്ലേ? അത് 15ാമത്തെ പോക്കാണ് അവർ റിക്കവറി നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്, ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അവരെ ജപ്തിയല്ല, അവരെ അവിടുന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി, എവിക്ഷന് വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് ഇരുന്ന സമയത്ത് 14 പ്രാവശ്യം കോടതി ഉത്തരവനുസരിച്ചിട്ട് ഇവരെ ഒഴിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. 14 പ്രാവശ്യം. ആ ഗവൺമെൻറ് ഒരു ചെറുവിരൽ ഈ വിഷയം തീർക്കാൻ വേണ്ടി എടുത്തിട്ടില്ല. ചെറുവിരൽ അനക്കിയിട്ടില്ല. ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അതൊരു പ്രൈവറ്റ് കേസാണെന്നുള്ളതാണ്. പ്രൈവറ്റ് കേസാണ്. സ്വകാര്യ വ്യക്തി അവർക്കെതിരായിട്ട് അവരുടെ സ്ഥലം കയറിയെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന കേസാണ്. 14 പ്രാവശ്യവും ഇത് അന്വേഷിക്കാത്ത ആളുകൾ ഞങ്ങളുടെ ഗവൺമെൻറ് വന്ന് പിറ്റേ ദിവസം 15ാമത്തെ പ്രാവശ്യം സുപ്രീം കോടതിയും കൂടി ചെയ്തേക്കുന്ന ഉത്തരവാണ്. പോയപ്പോൾ ഇപ്പോൾ ഭയങ്കര സമരം. ഞങ്ങൾ ആ ഗവൺമെൻറ് ചെയ്ത പോലെ 14 പ്രാവശ്യവും നിരുത്തരവാദിത്തപരമായ നിലപാടെടുത്ത കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ നിലപാടല്ല ഞങ്ങളെന്താ ചെയ്തത്? അടിയന്തരമായി എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണിനെ കൊണ്ട് മീറ്റിംഗ് വിളിപ്പിച്ചു. ഞങ്ങൾ പരിശോധിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഞങ്ങളുടെ തീരുമാനം എന്താണെന്നറിയാമോ? കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല. അതാണ് തീരുമാനം. അതിലവരോട് ഞങ്ങളൊരു പ്രപ്പോസൽ വെച്ചു. അവർക്ക് കോടതി ഉത്തരവല്ലേ, നടപ്പാക്കിയാൽ നിങ്ങൾക്ക് പകരം സ്ഥലവും പകരം വീടും തന്ന് അവരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും. അവരെ തെരുവിലേക്ക് വിടില്ല. ഇങ്ങനൊരു തീരുമാനം കഴിഞ്ഞ ഗവൺമെൻറ് എടുത്തിട്ടുണ്ടോ? 14 പ്രാവശ്യം വന്നിട്ടും ഒറ്റ പ്രാവശ്യമാണ് ഞങ്ങളുടെ ഗവൺമെൻറ്റുള്ളപ്പോൾ ഈ സംഭവം വന്നത്. ഞങ്ങൾ ആരൊക്കെയായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നറിയോ? ഇതിൻ്റെ അകത്ത് ഈ വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾ, ഇരകളായിട്ടുള്ള ആളുകൾ, അവർക്കെതിരായിട്ട് കേസ് കൊടുത്തിട്ടുള്ള വ്യക്തിയായിട്ട് ഞങ്ങൾ സംസാരിച്ചു. ഒരു സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട്. ഈ ചുരുങ്ങിയ 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഈ ഗവൺമെൻറ് ചെയ്തതാണ്. 2 കൂട്ടരുമായിട്ട് സംസാരിച്ചു. AGയോട് അതിൻ്റെ നിയമപരമായ പൊസിഷൻ പരിശോധിക്കാൻ പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ്റിനെ ഇടപെടാൻ പറ്റുമോ എന്ന് പരിശോധിക്കുകയാണ്. കുറച്ച് സമയം കൂടി ലഭ്യമാകുമോ എന്ന് പരിശോധിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു ഗവൺമെൻറ് ഒരു വിഷയം വന്നപ്പോൾ റെസ്പോണ്ട് ചെയ്തത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവിടെ പോയി മന്ത്രിമാർ, പഴയ ഗവൺമെൻറ്റിലെ മന്ത്രിമാർ അവിടെ ഇരിക്കുക. ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായിരുന്നു, വ്യവസായ മന്ത്രി. അദ്ദേഹമാണ് ആദ്യം അവിടെ പോയത്. ഈ 14 പ്രാവശ്യം അവരെ കുടിയൊഴിപ്പിക്കാൻ പോയപ്പോൾ എന്ത് ചെയ്തു ഇവരെല്ലാം? ഞാൻ അധികം രാഷ്ട്രീയമൊന്നും പറയേണ്ടെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ അല്ല, ഇതൊന്നും നിങ്ങളാരും പറയുന്നില്ല.